സുധീസ് വ്ലോഗ്, പിന്നെ ഏതാ അഷൂറ, പിന്നെ ഇന്നലെ ഒരു സഫീന, അത് ഞാൻ ഇന്നലെ കാണുന്നത് കേട്ടോ. ആ വ്ലോഗ് കുറെ ആൾക്കാർ എന്റെ ഇന്നലെ ഒരു ഷോർട്സ് ഇടുമ്പോഴേക്കും മൊത്തത്തിൽ എന്റെ പിന്നാലെയാണ് ആൾക്കാര്. എന്തായാലും ശരിയല്ലേ, എന്താണ് എന്താ പറയാ, എല്ലാ പിന്നെ റിയാക്ഷൻ ചാനൽ ഇപ്പൊ എന്റെ പിന്നാലെയാണ്. എന്ത് പറയാ, ഞാനങ്ങ് സെലിബ്രിറ്റി ആയിപ്പോയി അല്ലേ. എല്ലാവരും ഷാജി എന്ത് ചെയ്യുന്നു, തൂറുന്നു, പെടുക്കുന്നു എന്ന് നോക്കിയാണ് ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകൾ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഷാജിദയുടെ ബാക്കിലാണ്. ഞാനങ്ങ് വലുതായി ഇപ്പൊ പറയുമ്പോൾ അഭിമാനമുണ്ട്. ഞാനങ്ങ് എന്തോ ആയിപ്പോയി. ഞാൻ ഇടുന്നത് എന്റെ വായി നിന്ന് വീഴുന്നു എന്ന് കേട്ടിരിക്കുകയാണ് ഈ റിയാക്ഷൻ ചാനലുകൾ എന്നാണ് ഷാജി നമ്മുടെ നിലവിലെ സെലിബ്രിറ്റി, നിലവിലെ ഐശ്വര്യ റായി എന്നാണ് വിചാരം ആ കൊച്ചു പറയുന്നത്. ഓക്കെ, ആലോചിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. എന്താണ് ഷാജിദ നാളെ പറയാൻ പോകുന്നത്, മൊഴിയണ എന്താണെന്ന് ചിന്തിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. വരെ എന്റെ മക്കളുടെ പൊന്നു പോലെ ഇക്ക നോക്കിയതിനോ അപ്പുറമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഒരാളുടെ സഹായം ഇല്ലാതെ എന്നെ നോക്കുന്നു. ഈ സബ്സ്ക്രൈബേഴ്സ് എന്നെ എപ്പോഴും മാസം സഹായിക്കുന്നുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? അല്ല, അവര് അന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരാളുടെ സഹായവും ഇല്ലാതെയാണ് ഞാൻ കൊച്ചിനെ പോറ്റുന്നു എന്ന് ഇവര് ഈ ഇന്റർവ്യൂ മൊത്തം നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്നത് തന്നെ ആദ്യം പറയുന്നതെന്ന് മറന്നു, പിന്നെ രണ്ടാമത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ സഹായവും ഇല്ലാതെയാണ് താങ്കൾ കൊച്ചിനെ നോക്കുന്നത്. എന്ത് ഉളുപ്പുണ്ട് നിനക്ക് വന്നവരെന്ന് പറയാൻ. ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ ഫ്രണ്ടിൽ വന്ന് കരഞ്ഞു കാണിച്ച് അവര് തരുന്ന പണം കൊണ്ടല്ലേ നിന്റെ ഇവിടെ മറ്റേ ഇവർക്ക് ഒരു തൈറോയിഡിന് എന്തോ പ്രശ്നമുണ്ട്, അതിനൊക്കെ 10-50,000 ഈ പറയുന്ന പാവം സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവർക്ക് പിരിച്ചു കൊടുത്ത് എന്ത് ചെയ്തത്, പിരിച്ചു കൊടുത്ത് ഓപ്പറേഷൻ നടത്തിയത്. അതിനുശേഷം ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്, പലരും എന്നെ വിളിക്കുന്നുണ്ട്, പലരും എന്നെ സഹായിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞെന്തിനാ, ഒരാളുടെ സഹായം ഇല്ലാതെയാണ് എന്റെ കുട്ടികളെ വളർത്തുന്നതെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു വരുമ്പോൾ അവർ പറയുന്നത് മറ്റുള്ളവർ എനിക്ക് വിളിച്ചു തരുന്നുണ്ട്, കുറച്ച് പൈസ അയക്കുന്നുണ്ട്, അതൊന്നും എന്റെ ചെലവിന് തികയില്ല എന്നാണ് ഷാജി പറയുന്നത്. കേൾക്കാം. അയച്ചതിന് ഒരിക്കലും കുറ്റം പറയില്ല. പിന്നെ ഓരോരുത്തരും എനിക്ക് ഷാജി ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നേർച്ചാക്കിയിട്ടുണ്ട് കേട്ടോ ഷാജി എന്ന് വിളിച്ച് പറയുന്നവര് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരെ അയച്ചുതരാ പറഞ്ഞാൽ എന്റെ മാസ വരുമാനം അതിലിതാവില്ല. എന്റെ വീഡിയോ കണ്ടന്റ് ആക്കി എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞേട്ടാ, ആദ്യം പറഞ്ഞ നിങ്ങൾ ആരുടെയും ചെലവിനല്ല ഞാൻ കഴിയുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം പറഞ്ഞു നിങ്ങൾ കുറെയൊക്കെ അയച്ചു തരുന്നുണ്ട്, പക്ഷെ അതെനിക്ക് തികയുന്നില്ല, എന്റെ ആർഭാടത്തിന് ഇപ്പൊ എനിക്ക് അതൊന്നും തികയുന്നില്ല എന്നാ പറഞ്ഞ. അതായത് എവിടെയെങ്കിലും നീ ഒന്നിൽ ഉറച്ചില്ലേ, ഒന്നീ തരുന്നില്ല എന്ന് പറ, അല്ലെങ്കിൽ ഞാൻ തെണ്ടിയാണ് ജീവിക്കണേന്ന് നീ പറ, മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് നീ ജീവിക്കുന്നത്, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചതില്ല കേട്ടോ. ഇനിയാണ് നമ്മുടെ ഈ റിയാക്ഷൻ ചാനലുകളെ കുറിച്ച് ഒരു വിമർശനം. അത് നമുക്ക് അങ്ങോട്ട് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അതൊന്നും അതിലിതാവില്ല. എന്റെ വീഡിയോ കണ്ടന്റ് ആക്കി എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തിടുന്നതിന് എനിക്കൊരു കാര്യം പറയാനില്ല. എന്റെ വീഡിയോ കണ്ടന്റ് ആക്കി ഇടുന്ന ഇപ്പൊ സുധീസ് വ്ലോഗ് ആയിക്കോട്ടെ, എന്താണ് കുറെ ചാനലുകാർ ഇങ്ങനെ റിയാക്ടിങ് വീഡിയോസും അല്ലാണ്ടും ഇപ്പൊ മെയിൻ ആയിട്ട് മഷൂർ എടുത്തിട്ടിട്ടുണ്ട്. മഷൂർ എന്റെ വീഡിയോ എടുത്തിടുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ ഇടുന്നത് എനിക്ക് പുച്ഛാണ് നിങ്ങളോട്. ശരിക്കും പറഞ്ഞ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പൈസ മേടിക്കുന്നതിൽ ഇതില്ല. മറ്റുള്ളവരുടെ പച്ചിറച്ചി തിന്നോണ്ട് സഫീന. അപ്പൊ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് ഇല്ലാണ്ട് മറ്റുള്ളവര് എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെന്നാ എന്താ ഇട്ടിരിക്കണെന്ന് നോക്കി പരതി നടക്കുന്ന ആൾക്കാര്, ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങി പിച്ചയ്ക്ക് പോവാ. ശരിക്കും പറഞ്ഞ പിച്ച് തന്നെ നല്ലത്. അതില് അത്രയും എന്താ പറയാ, അത്രയും കൂടി നിങ്ങൾക്ക് ഈ അർഹത ഇല്ല ഈ മറ്റുള്ളവരുടെ ഇങ്ങനെ കുറ്റവും കുറവുകളും ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പറയാൻ. അതും അറിഞ്ഞിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ കുഴപ്പമില്ല. ഒന്നും അറിയാണ്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വെറും പുച്ഛ മാത്രമേ നിങ്ങളോടുള്ളൂ. എനിക്ക് നിന്നോട് പരമ പുച്ഛമാണ്. ഈ തെണ്ടി പിച്ച എടുത്ത് ജീവിക്കുന്ന നീയാണ്. തെണ്ടി പിച്ച എടുത്ത് ഇതുവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നീയാണ്. നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? നിന്റെ